ഹലോ മൈ ഗൈസ്, ചേച്ചി രാവിലെ എന്നെ കടലച്ചോറ് അത് തിന്നോണ്ട് തന്നെ TV നോക്കി. എന്തൊരിത് ഇങ്ങനെണ്ടൊരിത് അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിന്റെ വേറൊരിത് അല്ലെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണ് ഓൻ എപ്പോഴുള്ള ഒരു ഇത്. അങ്ങനെ ഒരു കാറ് സർവീസ് സെന്ററിൽ കൊടുക്കാനുണ്ട്. ആടെ കൊടുത്തിട്ട് വരുമ്പോ ഒരാളെ കണ്ടത്. ഹലോ ഗൈസ്, അപ്പൊ ഇതാ മുപ്പി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് മുപ്പി പുതിയ ബ്ലോഗറാണ്. ഇന്ന് ഒരാൾ ദുബൈയിൽ നിന്ന് വരുന്നതാണ്. കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ കോഴിക്കോടേക്ക് പോകും. അപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഒരു അവൽ മിൽക്ക് സ്പോട്ട് ഉണ്ട്. അങ്ങനെ നടന്നു 3-4 മണിക്കൂർ കോഴിക്കോട് ഉണ്ടായോണ്ട് തന്നെ ഇഞ്ഞ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. അതുകൊണ്ട് തന്നെ തിരിച്ച് കാഞ്ഞങ്ങാട് ടൗണിൽ വന്നിട്ട് ചോക്ലേറ്റിൽ പോയിട്ട് നല്ല പ്ലേറ്റ് ഷവർമ അതും പൊളിയായി. അതിന്റെ പേര് ഒരു അടിപൊളി സോഡ സർവത്തും. അങ്ങനെ ഗൈസ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കാത്തു. ഒടുവിൽ ട്രെയിൻ വന്ന് ട്രെയിൻ കയറിയിട്ടാകുമ്പോ ഫുള്ള് തിരക്ക്. ഞാനൊരു വ്ളോഗറാന്ന് പറയുമ്പോ സീറ്റ് ഇവരെല്ലാരും അന്തം വിട്ടെടുക്കാൻ തന്നെ നോക്കുന്നു വ്ളോഗറോന്ന് വിചാരിച്ചു. അങ്ങനെ ഒടുവിൽ കോഴിക്കോട് നമുക്ക് അല്ല സോറി ട്ടാ ഫറൂഖ് പച്ചവെള്ളം ട്രെയിനിന്ന് കിട്ടാത്തോണ്ട് തന്നെ നല്ലൊരു ചായ കുടിക്കാൻ. നല്ല ചൂട് ചായ കുടിക്കുമ്പോ തന്നെ വയറ്റിലൊരു റാഹത്തായി. സ്റ്റേഷനിൽ ഒരു ഓട്ടോവും പിടിച്ചിട്ട് നമ്മ നേരെ കാലിക്കട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ. എത്രക്കുണ്ട് ഈ എയർപോർട്ട്. എന്തൊരിത് ഇങ്ങനെണ്ടൊരിത് അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിന്റെ വേറൊരിത് അല്ലെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണ് ഓൻ എപ്പോഴുള്ള ഒരു ഇത്. അങ്ങനെ ഉമ്മ വരുന്ന സ്ഥലത്തേക്ക് പറയാൻ മറന്നുപോയി ഗൈസ്, ഇന്ന് എന്റെ ഉമ്മാന്ന് വരുന്നത്. അങ്ങനെ ഉമ്മാനും കാത്തോണ്ട് നമ്മ രണ്ടുകൂടെ നിന്നു. അങ്ങനെ ഒടുവിൽ ഉമ്മ വന്നു. അങ്ങനെ ഉമ്മാനെ കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു. ഞാൻ എയർപോർട്ടിന് ഒരു താറ്റയും കൊടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോലെ. പുറത്തുനിന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷയും കിട്ടി. ഉമ്മ ഒന്നും കഴിക്കാത്തോണ്ട് നല്ല വിശപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല അൽഫാം മന്തി പറഞ്ഞു. അതാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. മസ്റ്റ് ട്രൈ ഐറ്റം. കാഞ്ഞങ്ങാടേക്കില്ല 4:15 ട്രെയിനിന്. അങ്ങനെ പാറപ്പള്ളിന്റെ അമ്പലത്തറിന് നടുക്കില്ല തട്ടുകടയിലേക്ക് പോയി. ആടുന്ന് നല്ല അടിപൊളി നെയ്പ്പത്തിലും കോഴിക്കറി ഒരക്കത്തിട്ട് ഉമ്മ 2 വെറൈറ്റി ചോക്ലേറ്റ് ഉണ്ടെന്ന്. 2 തരം ദുബായ് ചോക്ലേറ്റ്. അതിൽ നമുക്ക് ഫസ്റ്റ് ഇത് പൊട്ടിച്ചു നോക്കാം. ലുക്കെല്ലാം വേറെ ലെവൽ. പെയിന്റ് എല്ലാം ഉറ്റിച്ച പോലെ ഉണ്ട്. അത് തിന്നുമ്പോ വേറെ ലെവലാന്ന്. അടുത്ത് നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. മുന്നു വ്ളോഗിന്റെ അക്കൗണ്ട് ആരും ഫോളോ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തോ. ഇതാണെങ്കിൽ നേരത്തെ തിന്നേനും കാട്ടി അടിപൊളി. മാംഗോന്റെ എല്ലാം ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പൊ ബാക്കി നാളെ.